വയനാട് ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാനാകാത്ത ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു. സംസ്കാരം നടന്നത് സർവമത പ്രാർത്ഥനയോടെ. കാണാമറയത്തുള്ളത് 150-ലേറെ പേർ. ദുരിതബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. സംസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയ കേന്ദ്രമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ദുരന്തഘട്ടത്തെ സങ്കുചിത താൽപര്യങ്ങൾക്കായി ചിലർ ഉപയോഗിക്കുന്നുവെന്ന വിമർശനം. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. ഉരുൾപൊട്ടിയത് അനധികൃത ഖനനം കാരണമെന്ന ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന തള്ളി. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 20 ദിവസത്തിനകം അധ്യയനം പുനരാരംഭിക്കും. വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കും. കുട്ടികൾക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. കർണാടക അകനാശിനിയിൽ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതല്ലെന്ന് സ്ഥിരീകരണം. മൃതദേഹം കാണാതായ മത്സ്യത്തൊഴിലാളി കുംഭകർണയുടേത്. ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞതായി കുംടാ പോലീസ്. മൃതദേഹം ലഭിച്ചത് അർജുനെ കാണാതായ ഷിരൂരിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ. സംസ്ഥാനത്തെ മദ്യനയത്തിൽ മാറ്റത്തിനൊരുങ്ങി സർക്കാർ. ഡ്രൈഡേയിലെ മദ്യവിതരണത്തിൽ ഉപാധികളുടെ മാറ്റത്തിന് തീരുമാനം. ഇളവ് നൽകുക പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം. ശുപാർശ പുതിയ മദ്യനയത്തിന്റെ കരടിൽ. കലാപകലുഷിതമായി ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രതിപക്ഷ നേതാവ് ഖാലിദ സിയെ മോചിപ്പിച്ചു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ നീക്കം. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു.